കരം കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ രഞ്ജിതയുടെ വീട്ടുകാർ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലായിരുന്നു. കുറച്ച് ദിവസമെങ്കിലും മക്കളെയൊന്ന് അടുത്തു കാണാൻ കിട്ടിയ സന്തോഷത്തിലുള്ള ഒരമ്മയും അവരുടെ 2 പേരക്കുട്ടികളും ഒക്കെ കളിച്ചു ചിരിച്ച് നടന്നിരുന്ന വീട്. എന്നാൽ അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ രഞ്ജിത എന്ന അവരുടെ പ്രിയപ്പെട്ടവൾ വിട പറഞ്ഞതിൻ്റെ ആഘാതത്തിലാണ് ആ വീടും അവർക്ക് ചുറ്റുമുള്ള നാട്ടുകാരും. വെറും 4 ദിവസത്തേക്കാണ് ലണ്ടനിൽ നേഴ്സായി ജോലി ചെയ്യുന്ന രഞ്ജിത ഇത്തവണ നാട്ടിലേക്ക് അവധിക്ക് വന്നത്. കഴിഞ്ഞ വർഷമാണ് രഞ്ജിതയ്ക്ക് സർക്കാർ ജോലി ലഭിച്ചത്. 5 വർഷത്തെ ലീവെടുത്ത് വിദേശത്ത് ജോലിക്ക് പോയ രഞ്ജിത അതിൻ്റെ പുതുക്കലുമായി ബന്ധപ്പെട്ട ഒപ്പിടലിന് വേണ്ടിയാണ് നാട്ടിലേക്ക് അവധിക്ക് വന്നത്. ഒപ്പം കുടുംബത്തോടൊപ്പമുള്ള കുറച്ച് നല്ല നിമിഷങ്ങളും അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകണം. എന്നാൽ പല കണക്കുകൂട്ടലുമായി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് വിമാനത്തിൽ പറന്ന രഞ്ജിതയുടെ ജീവിതം മാത്രമല്ല, അവരെ ആശ്രയിച്ച് കഴിയുന്ന 3 പേരുടെ പ്രതീക്ഷകൾ കൂടിയാണ് അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിൽ വിമാനം ഇടിച്ചിറങ്ങിയത്. അസുഖബാധിതയായ അമ്മയ്ക്കും 2 മക്കൾക്കും വേണ്ടിയാണ് നാട്ടിൽ സ്വന്തമായി ഒരു വീടെന്ന രഞ്ജിതയുടെ സ്വപ്നത്തിന് ഇനി അധിക ദൂരം ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദുചൂഡൻ, 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇതിക എന്നിവർക്കൊപ്പം അമ്മയുടെ വിയോഗവാർത്ത അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ കൂടി ഉടൻ തന്നെ UK കൊണ്ടുപോവാൻ രഞ്ജിത ശ്രമം തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി മരണം വിമാനാപകടത്തിൻ്റെ രൂപത്തിൽ വന്നെത്തിയത്. ലണ്ടനിലെ പോർട്സ്മൗത്ത് ഹോസ്പിറ്റൽസ്, യൂണിവേഴ്സിറ്റി NHS ട്രസ്റ്റിൻ്റെ ക്വീൻ അലക്സാൻഡ്ര ഹോസ്പിറ്റലിലാണ് രഞ്ജിത ജോലി ചെയ്തിരുന്നത്. 2024 ഓഗസ്റ്റിലാണ് ക്വീൻ അലക്സാൻഡ്രയിലെ കാർഡിയോളജി C6 യൂണിറ്റിൽ നേഴ്സായി രഞ്ജിത ജോലിയിൽ പ്രവേശിക്കുന്നതും. കുറഞ്ഞ കാലം കൊണ്ട് അവിടെയുള്ള എല്ലാവരുമായി വളരെ പെട്ടെന്ന് തന്നെ അവർ അടുത്തിരുന്നു. രഞ്ജിതയുടെ വിയോഗ വാർത്തയുടെ ഞെട്ടലിലാണ് ഹോസ്പിറ്റലിലെ അവരുടെ സഹപ്രവർത്തകർ. ഒമാനിലെ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ സലാല സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലും അവർ നേരത്തെ ജോലി നോക്കിയിരുന്നു. അവിടെയുള്ള മുൻ സഹപ്രവർത്തകരും രഞ്ജിതയുടെ അകാല വേർപാടിൻ്റെ വേദനയിലാണ്. എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും സൗമ്യമായി ഇടപെടുകയും ചെയ്യുന്ന രഞ്ജിതയെ ആരും മറന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം നാട്ടിലെ വീട് പണിക്കായി വന്ന തൊഴിലാളികളുമായി സ്നേഹത്തോടെ സംസാരിച്ച് യാത്ര പറഞ്ഞ് പിരിഞ്ഞ രഞ്ജിതയുടെ വിയോഗത്തിൽ കുടുംബത്തിനൊപ്പം നിൽക്കുകയാണ് നാടും നാട്ടുകാരും. നാട്ടിൽ രഞ്ജിതയുടെ വീട് നിർമ്മാണം പകുതിയിലേറെ പൂർത്തിയായിരുന്നു. മുഴുവൻ പണിയും തീർത്ത് അമ്മയെ അങ്ങോട്ട് മാറ്റണമായിരുന്നു എന്നായിരുന്നു രഞ്ജിതയുടെ ആഗ്രഹം. എന്നാൽ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അതേ വീട്ടിലേക്ക് എത്തുന്നത് രഞ്ജിതയുടെ ചേതനയറ്റ ശരീരമാണ്. രഞ്ജിതയുടെ വിയോഗത്തിൽ ഒരേപോലെ ദുഃഖിക്കുകയാണ് നാട്ടുകാരും അയൽക്കാരുമൊക്കെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.